ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ ഊർജിതമായ അന്വേഷണത്തിനിടെ 17-കാരനായ സിറിയക്കാരൻ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ചോദ്യം ചെയ്യുന്നതിനിടയിൽ കുറ്റകൃത്യത്തിൽ മറ്റു 3 പേർ കൂടി പങ്കാളികളാണെന്ന് പിടിയിലായ പ്രതി വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ രഹസ്യ നീക്കങ്ങൾക്കൊടുവിൽ വ്യാഴാഴ്ചയാണ് കൂട്ടുകാരനായ സിറിയക്കാരനെയും സ്വദേശിയെയും കസ്റ്റഡിയിലെടുത്തത്. തെളിവെടുപ്പിൽ കുറ്റകൃത്യത്തിൽ തങ്ങൾ പങ്കാളികളാണെന്ന് 2 സിറിയക്കാർ സമ്മതിച്ചുവെങ്കിലും പിടിയിലാകേണ്ട ബിദൂനിയാണ് ഇന്ത്യക്കാർക്കു നേരെ വെടിയുതിർത്തതെന്നാണ് ഇരുവരും പറഞ്ഞത്. ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്ന സംഭവവുമായി തനിക്കൊരു ബന്ധമില്ലെന്നും സിറിയൻ പൗരത്വം ലഭിച്ച ബിദൂനി സൂക്ഷിക്കാനെന്ന് പറഞ്ഞ് കവർച്ചയിലൂടെ ലഭിച്ച പണം തന്നെ ഏൽപ്പിക്കുകയായിരുന്നുവെന്നും പിടിയിലായ സ്വദേശി പോലീസിനോട് പറഞ്ഞു. 2 സിറിയക്കാരെയും കഴിഞ്ഞ ദിവസം സംഭവം നടന്ന സുലഭിയ പച്ചക്കറി മാർക്കറ്റിന് സമീപം കൊണ്ടുപോയ കുറ്റാന്വേഷണ വിഭാഗം കൃത്യം നടത്തിയ രീതി ചെയ്തു കാണിപ്പിച്ചു. മലയാളികൾക്ക് നേരെ നിറയൊഴിച്ച പ്രധാന പ്രതിയായ ബിദുനിയാണ് ഇനി പിടിയിലാകാനുള്ളത്. കഴിഞ്ഞ മാസം 25-നാണ് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ സ്വദേശി വലിയപറമ്പിൽ ഷാഗ്നറൻ, മലപ്പുറം വളാഞ്ചേരി മൂർക്കനാട് പുന്നക്കാട്ട് സയ്യിദ് റാഷിദ് ജമലുല്ലൈലി തങ്ങൾ എന്നിവർ കൊള്ളക്കാരുടെ വെടിയേറ്റു മരിച്ചത്. രാത്രി 10:30-യോടെ അൽമുല്ല സെക്യൂരിറ്റി കമ്പനി ജീവനക്കാരായ ഷാഗ്നറും റാഷിദും സുലേബിയ പച്ചക്കറി മാർക്കറ്റിനോട് ചേർന്ന ഓൺകോസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ ബാങ്കിൽ അടയ്ക്കാനുള്ള പണം ശേഖരിച്ച് മടങ്ങുമ്പോഴായിരുന്നു 2-അംഗ സംഘത്തിന്റെ ആക്രമണം. മുഖംമൂടിധാരികളായ ആക്രമികൾ ഇവർക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഷാഗ്നറിന് സംഭവ സ്ഥലത്തും റാഷിദ് ആശുപത്രിയിലും മരിച്ചു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബാങ്കിൽ അടയ്ക്കാനായി ശേഖരിച്ച 13,000 ദിനാർ ഇവരിൽ നിന്ന് കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. മീഡിയ 1 കുവൈത്ത്.